ഓരോ സ്കൂളുകളും കോളേജുകളും ഒക്കെ അവരുടേതായ കുറേ ഡിസിപ്ലിൻസും അതുപോലെ റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ കുട്ടികളെ ഓരോ സ്ഥാപനത്തിലും അഡ്മിറ്റ് ചെയ്യുന്നത്. ആ നിയമങ്ങളും ഡിസിപ്ലിനും ഒക്കെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വൈകാരികമായ വിഷമം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് സ്കൂളിനെതിരെയും മറ്റുമൊക്കെ പോയി വലിയ കോലാഹലങ്ങളുണ്ടാക്കുകയും ചാനലുകാരെയും പാർട്ടിക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. വളരെ ദയനീയമാണ് അത്തരം മാതാപിതാക്കളെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചെറിയ ചെറിയ തെറ്റുകളെയൊക്കെ താലോലിച്ച് വലിയ കുറ്റവാളികളെ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളൊക്കെ എന്തെങ്കിലും നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ അത് ഓണർ ചെയ്തുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതൊക്കെ അവിടെ ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ സ്കൂളിനെ ആക്ഷേപിക്കാനും അധ്യാപകരെ ആക്ഷേപിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കൊരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടി ഒരു സിസ്റ്റത്തിനകത്തൂടെ പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അതിനെ എക്യുപ്പ് ചെയ്യുകയും അതുമായിട്ട് പരിചയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഈ ചെറിയ പ്രായത്തിലെ കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യാനും സഹകരിക്കാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ പഠിച്ചില്ലെങ്കിൽ അവർക്ക് യാതൊരു ഭാവിയും ഉണ്ടാവില്ല നാളെ. കാരണം വളരെ സങ്കീർണമായൊരു ലോകത്തേക്കാണ് ഈ കുട്ടികളൊക്കെ വളർന്നു വരുന്നത്. അച്ചടക്കമില്ലാത്തൊരു തലമുറയ്ക്ക് നാളെ ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. അനുസരിക്കാത്തൊരു തലമുറ, റെസ്പെക്റ്റ് ഇല്ലാത്തൊരു തലമുറ, ഭയാനകമായിരിക്കും അവരുടെ ഭാവി. അതിനുവേണ്ടി മാതാപിതാക്കൾ കൂട്ടുനിൽക്കരുത്. മാതാപിതാക്കളുടെ വൈകാരികതയൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ആ വൈകാരികത ബുദ്ധിശൂന്യതയായി പോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക.